നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? നിങ്ങൾക്കൊക്കെ സുഖല്ലേ? മഴയൊക്കെ കുറഞ്ഞു, ഇന്നൊരു വെയിലുണ്ട് അല്ലേ? തിരുവാതിര ഞാറ്റുവേല കഴിയാറായി. ഇനി അടുത്തത് പുണർദ ഞാറ്റുവേലയാണ്. പുണർദ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ പോത്തും പുറത്തും പുല്ല് മുളയ്ക്കുന്ന പറയുക. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് എന്താ പറയുക? തിരിമുറിയാതെ മഴ പെയ്യും, എന്നാൽ അതിന് വെയിലുണ്ടാവും. ഈ കർക്കിടക മാസം വരാറായി. അപ്പൊ നമുക്ക് കർക്കിടക മാസത്തിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യണം അല്ലെ? അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. തിരുവാതിര ഞാറ്റുവേലയിൽ നമ്മൾ ഓരോ രക്ഷ ചെയ്യും. കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യും. മുഴിച്ചില് പിഴിച്ചില് അങ്ങനെയൊക്കെ ആൾക്കാർ എല്ലാം ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. എന്താണെന്നറിയാമോ? അവിയൽ. അതിലൊരു കോഴിമുട്ടയുടെ ടച്ച് കൂടി ഉണ്ടായാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ, വെജും നോൺ വെജും. അപ്പം നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എൻ്റെ അവിയൽ എന്ന് അറിയില്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കോഴിമുട്ട വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ, ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങക്കായ, മാങ്ങ, ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മുട്ട അവിയൽ ഉണ്ടാക്കാൻ വേണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മസ്റ്റായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, എന്നാലേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പാൻ വെച്ചു. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയൽ പോലെ തന്നെ തേങ്ങ, അരമുറി തേങ്ങ, ഉള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ചേർക്കണ നേരത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ലേഖ ആവണ്ടാച്ചിട്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ട അവിയൽ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ചക്കരക്കിഴങ്ങ് വേണമെങ്കിൽ ചക്കരക്കിഴങ്ങ് ചേർക്കാം. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ ഇതിൽ ചെറിയൊരു പീസ് കൊള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും. കൊള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല ഒരു കൊഴുപ്പാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. വീട്ടിൽ എന്താ വെജിറ്റബിൾസ് ഉള്ളത് വെച്ചാൽ അത് ഇതിൽ ചേർക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം. അധികം പച്ചക്കറി വേണ്ട, നമുക്ക് ഒരു 3-4 തരത്തിലുള്ളത് മാത്രം മതി. മുരിങ്ങക്കായ ഇപ്പം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, മുരിങ്ങക്കായ വേണമെന്ന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതായത് ഗോൾഡൻ ബ്രൗൺ ഒന്നും വേണ്ട, ഒന്നത് ഇങ്ങനെ ചൂടാവുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ, അത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നാവട്ടെ, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം, കാരണം എന്താ വെച്ചാൽ മുളക് എപ്പോഴും കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ടോളൂ കേട്ടോ. ഇതിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഈ കഷ്ണങ്ങളിലൊക്കെ ഉപ്പൊന്ന് നന്നായി പിടിക്കട്ടെ. മുരിങ്ങക്കായ എപ്പോഴും ആവിയിൽ വേവൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് വെള്ളം വേണ്ടു കേട്ടോ. ഈ വെള്ളം ഒഴിച്ച് നമുക്കിതെല്ലാം കൂടെ ഒന്നാണ്ട് കലർത്താം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മളെപ്പോഴും വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമ്മുടെ വീഡിയോ ഒരിക്കലും ലേഖാവില്ല, പെട്ടെന്ന് പണിയും കഴിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് അവിയലിൻ്റെ ഒരു കഥ അറിയുമോ? അവിയലിൻ്റെ ഒരു കഥ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിലെ അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭീമൻ അവിടുത്തെ പാചകക്കാരനായിരുന്നു. ഒരു ദിവസം ഭീമൻ പാചകത്തിന് വേണ്ടി അടുക്കളയിൽ കയറി. അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കി. ആ കറിയാണ് നമ്മളുടെ അവിയൽ.
അങ്ങനെയാണ് അവിയൽ രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. ഈ കഥ കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നോ? നിങ്ങൾക്ക് അറിയണ്ട വെച്ചാൽ എന്നോട് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുമോ? അങ്ങനെ ഓരോ കറികൾക്കും ഓരോ കഥയുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എപ്പോഴെങ്കിലും അറിവിനനുസരിച്ച് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് വെന്തോന്നും തുറന്നു നോക്കാം. കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞിട്ടില്ല കേട്ടോ, നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് നോക്കി എന്തെങ്കിലും കണ്ടോ, 2 പീസായതുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ജീരകം ഇതെല്ലാം ആവശ്യത്തിന് നമ്മൾ സാധാ അവിയലിന് അരയ്ക്കണ പോലെ തന്നെ അരച്ച് വെച്ചത്. അരയ്ക്കല്ല, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യുള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ ഇത് ആക്കിയിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങ എടുത്തോളൂ. ഇതൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കാം. കരിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ടും ചേർത്തോളൂ കേട്ടോ, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ കരിവേപ്പ് ഉണ്ടാവുമല്ലോ. മഴ പെയ്താൽ ഇലയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ ഇതൊന്ന് മിക്സായില്ലേ, ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ചെറുതായിട്ട് അതിൽ മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഈ മുട്ട എൻ്റെ ഒന്ന് ചെറുതായി ഉടഞ്ഞു, അത് കുഴപ്പമില്ല. അപ്പം അതിൽ മഞ്ഞക്കരുവിൻ്റെയും കരിഞ്ഞ ഒരു ടേസ്റ്റ് കിട്ടിക്കോളൂ കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്ത് എളുപ്പമല്ലേ, കുറച്ച് മതി. ആദ്യത്തിൽ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഈ അവിയൽ എന്ന് പറഞ്ഞാൽ എന്താ, കേരളത്തിൻ്റെ സദ്യകളിൽ, അതായത് കല്യാണ സദ്യക്കും ഓണം, വിഷു എല്ലാ തരം സദ്യകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, സദ്യ എന്ന് പറയേണ്ട ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ അല്ലേ. അവിയലിൽ ചേർക്കാൻ പറ്റാത്ത പച്ചക്കറികളില്ല എന്ന് പറയില്ലേ. അതായത് അവിയലിലെ എല്ലാ പച്ചക്കറിയും ചേരും. നമ്മൾക്ക് നേന്ത്രക്കായ, ക്യാരറ്റ്, മത്തങ്ങ, വീട്ടിൽ എല്ലാ പച്ചക്കറികളും ഇല്ലെങ്കിലും ചില പച്ചക്കറികൾ എപ്പോഴും ഉണ്ടാവും. തൈരും അല്ലെങ്കിൽ പുളിയോ എന്തെങ്കിലും ചേർത്താൽ അത് അവിയലായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവിയൽ. നിങ്ങൾക്കോ? എല്ലാ ആഘോഷങ്ങൾക്കും ഞാൻ അവിയൽ ആദ്യം ഉണ്ടാക്കും. പിന്നെ അവിയലിലെ ആ വെളിച്ചെണ്ണയും ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഒന്നാണ് തിരുമ്മി ചേർക്കില്ലേ, ആഹാ, അപ്പം ഉണ്ടാവണ ഒരു മണം പറയാൻ വയ്യ. അടുത്ത വീടുകളിലേക്കും എത്തും അതിൻ്റെ മണം. ഞാനിവിടെ അവിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്ന് സുനിയേട്ടൻ ആദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ ഗേറ്റ് തുറക്കുമ്പോഴേക്കും ചോദിക്കും എന്നോട്, അവിയലാണല്ലേ പ്രിയെന്ന് ഉണ്ടാക്കിയിരിക്കണത് എന്ന്. അതേ സുനിയേട്ടാ, ഞാൻ ഇന്നൊരു പിടി പിടിക്കാം എന്ന് പറയും. അതേപോലെ പ്രണോയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യും. അതായത് രാത്രി ഊണ് കഴിക്കില്ല. അപ്പം ഞാൻ എന്താ അറിയുക കഴിക്കുക, ഈ അവിയൽ മാത്രം. അങ്ങനെ നമ്മൾക്ക് തടി കുറയ്ക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഓ പ്രിയ അപ്പോൾ തടിയില്ലേന്ന്. ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ്. അതിലിടയ്ക്ക് ഇനിയിപ്പോൾ പിന്നെയും തടി വയ്ക്കുമെന്ന് എനിക്കറിയില്ല കേട്ടാ. അപ്പം നമ്മളുടെ വർത്തമാനം വേറൊരു വഴിക്കായി പോകണം അല്ലേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരക്കണയിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പില ഇട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഇതൊന്ന് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ അതിൻ്റെ ഒരു മണമൊക്കെ നന്നായി കിട്ടും. അപ്പം നമ്മളുടെ കോഴിമുട്ട കൊണ്ടുള്ള അവിയൽ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. അപ്പം നമ്മുടെ കർക്കിടക മാസം ഇതാ മുറ്റത്ത് വന്ന് നിൽക്കണു. എല്ലാവരുടെ വീടും അടിച്ചു വാരി തുടച്ച് എല്ലാം വൃത്തിയാക്കി നമ്മളുടെ വീട്ടിലെ ചേട്ടാ ഭഗവതീനെ പുറത്ത് കളഞ്ഞ് ശ്രീ ഭഗവതീനെ അകത്ത് കയറ്റാനുള്ള ഒരു തിരക്കിലല്ലേ. എൻ്റെ ആ വക പണികളെല്ലാം കഴിഞ്ഞു. എല്ലാം മൊത്തം ക്ലീനാക്കി വീട് തന്നെ മൊത്തം ആകെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തത് കേട്ടോ. അത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വർക്കുകളും പണികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ അവിയലൊക്കെ ഇപ്പോൾ അതാ ഉണ്ടാക്കി കഴിഞ്ഞുല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ അവിയൽ?
ഇനി നമുക്ക് അധിക ദിവസം ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ല, കർക്കിടക മാസം ആയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ 1-2 നോൺ വെജിൻ്റെ റെസിപ്പി ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി 2 റെസിപ്പി അപ്ലോഡ് ചെയ്യാനിരിക്കുന്നുണ്ട്, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പച്ചക്കറിയിലേക്ക് പിടിക്കാം. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കൂടെ പറഞ്ഞോളൂ. അപ്പം ഞാൻ അതൊക്കെ മാറ്റി പിടിക്കാൻ നോക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ദിവസമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് 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 മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ.